ലോകരാഷ്ട്രങ്ങൾ ഒന്നടക്കം ചോദിക്കുന്നുണ്ട് ഇത് എന്ത് തരം വെടിനിർത്തലാണ് എന്നുള്ളത്. ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞു. ഇസ്രായേൽ ഒരു ആക്രമണം നടത്തില്ല എന്ന രീതിയിലുള്ള സൂചനകൾ ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഹമാസും അത്തരത്തിലുള്ള സൂചനകൾ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഈ ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള വലിയ ആവശ്യം അവർ മുന്നിലേക്ക് വെച്ചിരുന്നു. നെതന്യാഹുവും ട്രംപും ഫോണിൽ സംസാരിച്ചു. ഇത്രയൊക്കെ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതെന്ത് തരം വെടിനിർത്തലാണ് എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ആശങ്കപ്പെടുന്നത്. കാരണം കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വമ്പൻ ആക്രമണങ്ങളിൽ 300 പേരാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഹമാസുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ അമേരിക്ക ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. വെടിനിർത്തൽ നടത്തണമെന്ന് ഹമാസും പറയുന്നു. ഇതോടൊപ്പം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം. അടുത്തിടെ ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും? ഈ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം വെടിനിർത്തൽ കാലയളവിലും ഇസ്രായേൽ ഗാസയെ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ ഗാസയിൽ 26 ആക്രമണങ്ങളാണ് നടത്തിയത്. അതിൽ 300 പേർ കൊല്ലപ്പെട്ടു. ഒരു റിപ്പോർട്ട് അനുസരിച്ച് മരിച്ചവരിൽ 48 പേർ ദുരിതാശ്വാസ സാമഗ്രികൾക്കായി നിന്നവരും ഈ സമയത്ത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഗാസയിൽ ഇസ്രായേലിൻ്റെ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ 73 പേർ കൊല്ലപ്പെട്ടു. ഇതുകൂടാതെ US-ൻ്റെ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനും ചില ആക്രമണങ്ങളിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ കെട്ടിടത്തിൽ അഭയം പ്രാപിച്ച അഹമ്മദ് മൻസൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ബൈറ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ മീഡിയാസിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത്, ഞങ്ങൾ രാവിലെ ഉണർന്നപ്പോൾ മാരകമായ ഇസ്രായേലി ആക്രമണങ്ങൾ നടക്കുകയായിരുന്നു. ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെയാണ് ബോംബുകൾ വന്ന് വീഴുന്നത്. ഇത് ഒരു ഡ്രോൺ ആക്രമണമായിരിക്കാമെന്നാണ് ആൾക്കാർ പറഞ്ഞത്. തുടർന്ന് 2ാമത്തെ ആക്രമണം നടന്നു. അത് ഇതിലും വലുതായിരുന്നു. മിസൈലുകൾ വളരെ അപകടകരമായിരുന്നു. അവ എവിടെ വീണാലും എല്ലാവരും അവിടെയുള്ളവർ ചാരമായി പോയി. അപകടകരമായിട്ടുള്ള തീയാണ് ഈ മിസൈലുകളിലൂടെ പടരുന്നത്. ഈ ആക്രമണങ്ങളുടെ തീയിൽ പൊള്ളലേറ്റവരും മണിക്കൂറുകളോളം കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള നിരവധി ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലിനോട് വെടിനിർത്തൽ ഇപ്പോഴും അമേരിക്ക ഉപദേശം നൽകുകയാണ്. തെക്കൻ ഗസയിലെ അൽ മവാസിയിലെ ഒരു ടെന്റിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുകൂടാതെ മുസ്തഫ ഹഫീസ് സ്കൂളിലും 16 പേർ മരിച്ചു. പടിഞ്ഞാറൻ ഗാസയിൽ നിന്നുള്ള നിരവധി അഭയാർത്ഥികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഹമാസുമായി 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ അമേരിക്ക ഇസ്രായേലിനോട് ഉപദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇങ്ങനെയാണ്: ഗസയിൽ നിന്ന് ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങൾ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഉടൻ തന്നെ വെടിനിർത്തലിന് സമ്മതിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.